തൃശൂർ പൂരം വെടിക്കെട്ടിന് ഹൈക്കോടതി ഉപാധികളോടെ അനുമതി നൽകി. നിരോധിത വെടിമരുന്നുകൾ പാടില്ല, 125 ഡെസിബലിന് മുകളിലുള്ള വെടിക്കെട്ട് അനുവദിക്കില്ല തുടങ്ങിയ നിബന്ധനകളോടെയാണ് അനുമതി. പൂരം സമൂഹത്തിന്റെ ഭാഗമാണെന്നും കോടതി വിലയിരുത്തി. രാത്രി 10 മണിക്കും രാവിലെ 6-നും ഇടയിൽ വെടിക്കെട്ടിന് നിരോധനമുണ്ടെങ്കിലും സുപ്രീം കോടതി തൃശൂർ പൂരത്തിന് അനുവദിച്ച പ്രത്യേക ഉത്തരവ് അനുസരിച്ചാണ് ഹൈക്കോടതി ഇളവ് അനുവദിച്ചത്. സാംസ്കാരികവും സാമൂഹികവും മതപരവുമായ തൃശൂർ പൂരത്തിന്റെ ചരിത്ര പ്രാധാന്യം കൂടി തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ കോടതിയെ ബോധിപ്പിച്ചു. അധികൃതരുടെ അനുമതിയോടെ വെടിക്കെട്ടിന് സമയം നിശ്ചയിക്കാമെന്ന 2007 ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ജസ്റ്റിസുമാരായ തോട്ടത്തിൽ ബി രാധാകൃഷ്ണൻ, അനു ശിവരാമൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഇളവ് അനുവദിച്ചത്. എന്നാൽ എഴുന്നള്ളിപ്പിന് ആനകളെ ഉപയോഗിക്കുന്നതിന് കോടതി നിയന്ത്രണം ഏർപ്പെടുത്തി. പൂർണ്ണ ആരോഗ്യവാനെന്ന് മെഡിക്കൽ വിഭാഗം സാക്ഷ്യപ്പെടുത്തിയ ആനകളെ മാത്രമേ എഴുന്നള്ളിപ്പിന് ഉപയോഗിക്കാവൂ എന്ന് കോടതി കർശന നിർദ്ദേശം നൽകി. ഇക്കാര്യം ജില്ലാ മജിസ്ട്രേറ്റ് ഉറപ്പുവരുത്തണമെന്നും കോടതി പറഞ്ഞു. പരവൂർ വെടിക്കെട്ട് അപകടത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരാമെന്ന് വ്യക്തമാക്കിയ കോടതി അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലായിരിക്കുമെന്നും വ്യക്തമാക്കി. അന്വേഷണ പുരോഗതി അടുത്ത മാസം 18-ന് അറിയിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. പരവൂർ ദുരന്തത്തിൽ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ തൽസ്ഥാനത്ത് നിന്ന് നീക്കണം എന്ന ആവശ്യം തള്ളിയ ഡിവിഷൻ ബെഞ്ച് ജില്ലാ മജിസ്ട്രേറ്റ് നടത്തുന്ന അന്വേഷണം ഉടൻ പൂർത്തീകരിക്കണമെന്നും നിർദ്ദേശിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സംസ്ഥാനത്ത് വെടിക്കെട്ട് നിരോധനം വേണ്ടെന്ന് സർവകക്ഷി യോഗം തീരുമാനിച്ചു. മത്സരക്കമ്പം അനുവദിക്കുകയില്ലെന്നും പരവൂർ വെടിക്കെട്ട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുമെന്നും സർവകക്ഷി യോഗം തീരുമാനിച്ചു. പരവൂർ ദുരന്തബാധിതരെ സഹായിക്കാനായി പ്രത്യേക നിധി രൂപീകരിക്കാനും സർവകക്ഷി യോഗം തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അതേസമയം കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആഭ്യന്തര സെക്രട്ടറിയുടെ റിപ്പോർട്ട് ഡിജിപിയുടെ അഭിപ്രായത്തിനായി കൈമാറിയതായും ആഭ്യന്തരമന്ത്രി അറിയിച്ചു. പരവൂർ പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തത്. പരവൂർ ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടാൻ യോഗത്തിൽ തീരുമാനിച്ചു. ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി പ്രത്യേക നിധി രൂപീകരിക്കും. മത്സരക്കമ്പം യാതൊരു കാരണവശാലും അനുവദിക്കുകയില്ല. വെടിക്കെട്ട് നിരോധനമല്ല, ഫലപ്രദമായ നിയന്ത്രണമാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നും മുഖ്യമന്ത്രി യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ വ്യക്തമാക്കി. നിരോധനമല്ല, ഫലപ്രദമായ നിയന്ത്രണം വേണം. ഫലപ്രദമായ നിയന്ത്രണം എന്ന് പറയുമ്പോൾ ഈ മത്സരക്കമ്പം ഇന്ന് നിരോധിച്ചിട്ടുണ്ട്. അത് ഒരു സാഹചര്യത്തിലും അനുവദിക്കുന്ന പ്രശ്നമില്ല. അത് എവിടെ നടത്താൻ ശ്രമിച്ചാലും അവിടെ കർക്കശമായ നിലപാട് സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുക്കുന്നതാണ്. ശബരിമലയിലെ വെടിവഴിപാട് നിരോധിച്ച വിഷയത്തിൽ കരാറുകാരന്റെ ലൈസൻസ് പുതുക്കി തുടർ നടപടി സ്വീകരിക്കാൻ ദേവസ്വം മന്ത്രിയെ ചുമതലപ്പെടുത്തി. നിയമവിരുദ്ധമായി സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചാൽ കർശന നിയമ നടപടി സ്വീകരിക്കാനും സർവകക്ഷി യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. കൊല്ലം കമ്മീഷണർ, ചാത്തന്നൂർ ACP, പരവൂർ CI എന്നിവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആഭ്യന്തര സെക്രട്ടറിയുടെ നിർദ്ദേശം DGPക്ക് കൈമാറിയതായി ആഭ്യന്തരമന്ത്രി അറിയിച്ചു. പരവൂർ വെടിക്കെട്ട് ദുരന്തത്തിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും സർക്കാരിനാണ്. അത് പറയുമ്പോൾ ഈ ദുരന്തത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തോട് യോജിക്കാൻ നിർവാഹമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് യോഗത്തിൽ പറഞ്ഞു. ദുരന്തത്തിന് ഉത്തരവാദിയായ സിറ്റി പോലീസ് കമ്മീഷണറെ സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി ആർജവം കാണിക്കണമെന്നും VS യോഗത്തിൽ ആവശ്യപ്പെട്ടു. അതേസമയം പരവൂർ ദുരന്തത്തിൽ നിലവിൽ 3 അന്വേഷണം നടക്കുന്ന പശ്ചാത്തലത്തിൽ മറ്റൊരന്വേഷണം പിന്നീട് ആലോചിക്കാമെന്നും സർവകക്ഷി യോഗത്തിൽ തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വെടിക്കെട്ട് അപകടത്തെ ചൊല്ലിയുള്ള കളക്ടർ കമ്മീഷണർ പോര് IAS IPS തലപ്പത്തേക്ക് വ്യാപിക്കുന്നു. ഉന്നതതല യോഗത്തിൽ DGPയും ആഭ്യന്തര സെക്രട്ടറിയും 2 തലത്തിൽ. അപകടത്തിന്റെ ഉത്തരവാദിത്തം പോലീസിന് തന്നെ എന്ന നിലപാടിലാണ് ആഭ്യന്തര സെക്രട്ടറി. കുറ്റക്കാരായ കൊല്ലം കമ്മീഷണർ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും ആഭ്യന്തര സെക്രട്ടറി പറഞ്ഞു. ഉത്തരവാദിത്തം പോലീസിന് മാത്രമല്ലെന്നും ഉത്തരവ് ജനങ്ങളെ അറിയിക്കുന്നതിൽ ജില്ലാ കളക്ടർക്കും വീഴ്ച പറ്റിയെന്നും DGP സെൻകുമാർ പറഞ്ഞു. പോലീസിനെതിരെ നടപടി എടുക്കരുതെന്ന സെൻകുമാറിന്റെ ആവശ്യം തള്ളി ആഭ്യന്തര സെക്രട്ടറി നളിനി നെറ്റോ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു. സർവകക്ഷി യോഗത്തിന് മുന്നോടിയായിട്ടാണ് ആഭ്യന്തര സെക്രട്ടറി നളിനി നെറ്റോയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നത്. നിയമ സെക്രട്ടറി VG ഹരീന്ദ്രനാഥ്, DGP TP സെൻകുമാർ, ഇന്റലിജൻസ് മേധാവി A ഹേമചന്ദ്രൻ എന്നിവർ യോഗത്തിലുണ്ടായിരുന്നു. കളക്ടറെയും ജില്ലാ ഭരണകൂടത്തെയും പഴിച്ചുകൊണ്ടാണ് DGP TP സെൻകുമാർ യോഗത്തിൽ സംസാരിച്ചത്. വെടിക്കെട്ട് നിരോധിച്ചെങ്കിൽ അത് ജനങ്ങളെ അറിയിക്കാനുള്ള ബാധ്യതയും ജില്ലാ ഭരണകൂടത്തിനുണ്ടെന്നും സെൻകുമാർ പറഞ്ഞു. എന്നാൽ ആ വാദത്തോട് ആഭ്യന്തര സെക്രട്ടറി നളിനി നെറ്റോ യോജിച്ചില്ല. ഉത്തരവ് നടപ്പിലാക്കേണ്ടത് പോലീസാണെന്നും നടക്കാൻ പോകുന്നത് മത്സരക്കമ്പം തന്നെയാണെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ടായിട്ടും പോലീസ് തടയാഞ്ഞതെന്തെന്നും നളിനി നെറ്റോ ചോദിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർ P പ്രകാശ്, ചാത്തന്നൂർ ACP സന്തോഷ്, പരവൂർ CI ചന്ദ്രകുമാർ എന്നിവർക്കെതിരെ നടപടി വേണമെന്നതാണ് ആഭ്യന്തര സെക്രട്ടറിയുടെ നിലപാട്. 2008 ഹൈക്കോടതി വിധി ചൂണ്ടിക്കാട്ടിയായിരുന്നു നിയമ സെക്രട്ടറി VG ഹരീന്ദ്രനാഥ് സംസാരിച്ചത്. ആഭ്യന്തര സെക്രട്ടറിയും നിയമ സെക്രട്ടറിയും ഉത്തരവാദികൾക്കെതിരെ നടപടി വേണമെന്ന് വാദിക്കുമ്പോൾ
ഉത്തരവാദിത്തം പോലീസിന് മാത്രമല്ലെന്നതാണ് DGPയുടെ നിലപാട്. ഉത്തരവാദികൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി സർക്കാരിന് കൈമാറും. S. ജീവൻകുമാർ, തിരുവനന്തപുരം. പരവൂർ അപകടത്തിൽ മരണം 114ആയി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന സത്യനാണ് മരിച്ചത്. കൊല്ലം പരവൂർ സ്വദേശി സത്യന് 40 വയസ്സായിരുന്നു. 50% പൊള്ളലേറ്റ സത്യൻ ബേൺസ് ICUവിൽ ചികിത്സയിലായിരുന്നു. നട്ടലിനും വാരിയലിനും പൊട്ടലുണ്ടായിരുന്ന സത്യൻ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയിരുന്നത്. പരവൂർ വെടിക്കെട്ട് ദുരന്തത്തിൽ ഉദ്യോഗസ്ഥരെ പഴിചാരി സർക്കാർ രക്ഷപ്പെടുകയാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. പോലീസ് അടക്കമുള്ള യഥാർത്ഥ പ്രതികൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും കോടിയേരി പറഞ്ഞു. സിറ്റി പോലീസ് കമ്മീഷണറെയും അസിസ്റ്റന്റ് കമ്മീഷണറെയും പ്രതി ചേർത്ത് കൊലക്കുറ്റത്തിന് കേസെടുത്ത് അവരുടെ പേരിൽ അന്വേഷണം നടത്തേണ്ടതാണ്. സിറ്റി പോലീസ് കമ്മീഷണർ ഉന്നതങ്ങളുടെ അറിവോടുകൂടിയല്ല ചെയ്തതെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥനെ ഇതിനകം സസ്പെൻഡ് ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിനെതിരായി ഒരു നിലപാടും ഇതുവരെ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല. കലക്ടർക്കെതിരായിട്ട് നിലപാടില്ല, കമ്മീഷണർക്കെതിരായിട്ട് നിലപാടില്ല. ഇത് ഗവൺമെന്റിന്റെ ഒത്താശയോടുകൂടി നടന്ന ഒരു വെടിക്കെട്ടാണ് അവിടെ നടന്നത്. അതിന്റെ ഉത്തരവാദിത്തം ഗവൺമെന്റ് തന്നെ ഏറ്റെടുക്കണം. പൂരം സംബന്ധിച്ച് നിരോധിക്കുകയല്ല വേണ്ടത്. അത് നിലവിലുള്ള നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കി ശാസ്ത്രീയമായ മാർഗങ്ങൾ അവലംബിച്ച് അത്തരത്തിലുള്ള സംവിധാനം നടത്താൻ ഉള്ള ക്രമീകരണം ഉണ്ടാക്കുകയാണ് വേണ്ടത്. പരവൂർ വെടിക്കെട്ട് ദുരന്തമേൽപ്പിച്ച ആഘാതത്തിൽ നിന്ന് നാട്ടുകാർ ഇതുവരെ മോചിതരായിട്ടില്ല. എങ്കിലും സർക്കാർ നഷ്ടപരിഹാരം നൽകുമെന്ന പ്രതീക്ഷയോടെ സ്ഫോടനത്തിന് തകർന്ന വീടിന്റെ പുനർനിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. ദുരന്തത്തിന് സാക്ഷികളായ കിഴക്കേ വീടും പ്രതാപന്റെ കുടുംബവും കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. മേൽക്കൂര തകർന്ന് തരിപ്പണമായി നിലംപൊത്തുമ്പോൾ ഗർഭിണിയും കുഞ്ഞും ബന്ധുക്കളും ഉൾപ്പെടെ 20ഓളം പേർ വീട്ടിലുണ്ടായിരുന്നു. തകർന്ന ഉത്തരവും ഭിത്തിയും ഉൾപ്പെടെ പുനർനിർമ്മിക്കുകയാണ് ഈ കുടുംബം. ആഘാതം ഉണ്ട്. ഇത് തിരിച്ചെത്തിയെന്ന് വെച്ചാൽ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. ഇത് കണ്ടില്ലേ, നിർമ്മാണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വേവിക്കുന്നുണ്ട് മറ്റേ എവിടെയായിരുന്നു വേവിക്കുന്നതാണ് ബുദ്ധിമുട്ട്. സ്ഥലവും ഇല്ല, ഈ ഓടും ഇതെല്ലാം അങ്ങനെ കിടക്കുന്നു. എങ്ങനെയെങ്കിലുമൊക്കെ ഇതൊന്നും ശരിയായാൽ മതിയായിരുന്നു. ഈ മനസ്സമാനം പകുതി കിട്ടിയായിരുന്നു. പരവൂരിൽ നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നിയോടൊപ്പം രാജ്കുമാർ. പരവൂർ വെടിക്കെട്ട് അപകടത്തിന് ശേഷം ക്ഷേത്രഭൂമിയിൽ ഒറ്റയ്ക്കായ ഈ കുടുംബം ഇനിയും ഞെട്ടലിൽ നിന്ന് മുക്തരായിട്ടില്ല. കമ്പക്കെട്ടിനോട് ചേർന്ന് ഓലമേഞ്ഞ വീട്ടിലായിരുന്നു ഈ മുത്തശ്ശിമാർ താമസിച്ചിരുന്നത്. ദേവീ കടാക്ഷം കൊണ്ടാണ് തങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാതിരുന്നതെന്ന് ഇവർ പറയുന്നു. കഴിഞ്ഞ 60 വർഷത്തിലധികമായി പൊന്നമ്മയും 10 മക്കളടങ്ങുന്ന കുടുംബവും ക്ഷേത്രത്തിന് സമീപമാണ് താമസിക്കുന്നത്. കൂലിപ്പണിക്കാരായ മക്കൾക്ക് കിട്ടുന്ന കുറഞ്ഞ വരുമാനമാണ് ഇവരുടെ ജീവിതമാർഗം. ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ എണ്ണയും മറ്റും നൽകി വരുന്നതും ഈ കുടുംബമായിരുന്നു. അപകട ദിവസവും മക്കളും ചെറുമക്കളും ഉൾപ്പെടെ 30-ലധികം കുടുംബാംഗങ്ങളാണ് ക്ഷേത്രസന്നിധിയിലുണ്ടായിരുന്നത്. എന്നിട്ടും ഒരാൾക്ക് പോലും അപകടം സംഭവിക്കുകയോ കമ്പക്കെട്ടിനോട് ചേർന്നുള്ള ഓലമേഞ്ഞ വീട്ടിന് തീ പടർന്നു പിടിക്കുകയോ ചെയ്യാതിരുന്നത് ദേവീ കടാക്ഷമാണെന്നാണ് ഈ മുത്തശ്ശി പറയുന്നത്. ഈ ഓല വീട് കുറെ സ്ഥലത്ത് ഏതാണ്ട വീണ് പൊളിഞ്ഞതല്ലാതെ ഒന്നും നമുക്ക് പറ്റിയില്ലേ മോനെ. അമ്മ കാത്തെന്ന് പറയാനേ ഞങ്ങൾക്ക് പറ്റും. ഒരു പൊരി പോലും അപ്പുറത്ത് വലിയ വാർത്ത വീടുകളും ഇത്ര 2 നില അതിലൊക്കെ വീണ് പൊട്ടി. പക്ഷെ ഇതിനൊരു ചലനം പറ്റാത്തത് അമ്മയുടെ ഒരിക്കൽ ചോദിച്ചാലേ അറിയാനൊക്കെ. ഇത്രയും ഒരു ഓലപ്പരയിൽ ഇങ്ങനെ അമ്മയ്ക്കറിയാം. ഇത് ഇടിച്ച് തീ പറ്റി അവര് പറയാൻ ആടിച്ചിറക്കും. അപ്പോഴെന്തെങ്കിലും ചെയ്യാനൊക്കൂലല്ലേ ഇറങ്ങി നിന്ന് ആ ഒരു മോതയിൽ ഇവർ പറയാം. അമ്മയ്ക്ക് അറിയാം അത് ഞങ്ങൾ ഇവിടെ കിടക്കണമെന്നാണ് അമ്മയുടെ ആഗ്രഹം. ക്ഷേത്രവളപ്പിൽ താമസിക്കുന്ന ഈ നിർധന കുടുംബത്തെ നീക്കം ചെയ്യുന്നതിന് ക്ഷേത്രഭാരവാഹികൾ നിരന്തരം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ശാരീരിക വൈകല്യങ്ങളുള്ള മക്കളടക്കം താമസിക്കുന്ന കുടുംബത്തെ ഇവിടെ നിന്നും നീക്കം ചെയ്യുന്നത് എന്തിനാണെന്ന ചോദ്യമാണ് ഭർത്താവ് നഷ്ടപ്പെട്ട ഈ അമ്മ ചോദിക്കുന്നത്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ബാംഗ്ലൂരു യൂണിവേഴ്സിറ്റിയിൽ ഹോളി ആഘോഷത്തിനിടെ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ മലയാളി വിദ്യാർത്ഥിനി മരിച്ചു. കോഴിക്കോട് പേരാമ്പ്ര സ്വദേശിനിയായ നിലീനയെ കഴിഞ്ഞ 23-നാണ് സീനിയർ വിദ്യാർത്ഥികളുടെ ബൈക്ക് ഇടിച്ചത്. തുങ്കൂർ ശ്രീ സിദ്ധാർത്ഥ കോളേജിലാണ് സംഭവം നടന്നത്. ക്യാമ്പസിനുള്ളിൽ സീനിയർ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബൈക്ക് അമിത വേഗതയിലെത്തി നിലീനയുടെ ഇരുചക്ര വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു. തെറിച്ചു വീണ് തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ പെൺകുട്ടിയെ സഹപാഠികൾ ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. രോഹിത് വെമുലയുടെ അമ്മയും സഹോദരനും ബുദ്ധമതം സ്വീകരിച്ചു. മുംബൈയിലെ ദാദറിലുള്ള അംബേദ്കർ ഭവനിൽ വെച്ചാണ് ഇവർ ബുദ്ധമതം സ്വീകരിച്ചത്. BR അംബേദ്കറുടെ പേരമകൻ പ്രകാശ് അംബേദ്കറുടെ സാന്നിധ്യത്തിലായിരുന്നു മതം മാറൽ ചടങ്ങുകൾ. ഹിന്ദുമതത്തിലെ ജാതി വ്യവസ്ഥയ്ക്ക് എതിരാണ് തങ്ങളെന്നും അതുകൊണ്ടാണ് ബുദ്ധമതം സ്വീകരിച്ചതെന്നും അവർ പറഞ്ഞു. JNU വിദ്യാർത്ഥി നേതാവ് കനയ്യകുമാറിന്റെ കാറിന് നേർക്ക് ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ ആക്രമണം. വ്യാഴാഴ്ച രാവിലെ നാഗ്പൂരിൽ വെച്ചാണ് കാർ ആക്രമിക്കപ്പെട്ടത്.
അംബേദ്കർ ജന്മദിനത്തിന്റെ ഭാഗമായുള്ള ഒരു പൊതുയോഗത്തിൽ സംസാരിക്കാനെത്തിയതായിരുന്നു കനയ്യ. സംഭവവുമായി ബന്ധപ്പെട്ട് 5 പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കനയ്യകുമാർ ദേശവിരുദ്ധ വികാരം പ്രചരിപ്പിക്കുന്നുവെന്നാരോപിച്ച് ബജ്രംഗദൾ പ്രവർത്തകർ യോഗം തടസ്സപ്പെടുത്തുമെന്ന് നേരത്തെ മുതൽ സൂചനയുണ്ടായിരുന്നു. BR അംബേദ്കറുടെ 125ാം ജന്മദിനാഘോഷത്തിൽ കനയ്യ പ്രസംഗിക്കുമെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. RSSന്റെ ആസ്ഥാനം കൂടിയായ നാഗ്പൂരിൽ നടന്ന പരിപാടിയിൽ സംഘപരിവാർ സംഘടനകൾക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് കനയ്യകുമാർ സംസാരിച്ചത്. ഇതാണ് ബജ്രംഗദൾ പ്രവർത്തകരെ പ്രകോപിപ്പിച്ചത്. ജാമ്യം ലഭിച്ച ശേഷം ആദ്യമായാണ് കനയ്യ നാഗ്പൂരിലെത്തുന്നത്. നാഷണൽ ഡെസ്ക്. നാടിന്റെ നന്മകൾ മനസ്സിൽ നിറച്ച് ദില്ലി മലയാളികളും വിഷു ആഘോഷിച്ചു. വിഷുവിനോടനുബന്ധിച്ച് ദില്ലിയിലെ ക്ഷേത്രങ്ങളിൽ മലയാളികൾ പ്രത്യേക പൂജകളടക്കം വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. മറുനാട്ടിലെ മലയാളികൾക്ക് വിഷു സൗഹൃദ സംഗമത്തിന്റെ ആഘോഷം കൂടിയാണ്. മയൂർ വിഹാറിലെ ഉത്തരഗുരുവായൂരപ്പൻ ക്ഷേത്രമാണ് വിഷുദിനത്തിൽ മലയാളികൾ ഒത്തുകൂടുന്ന പ്രധാന കേന്ദ്രം. ഇവിടെ വിഷുവിനെ മലയാളികൾ ഒരുമയുടെ ആഘോഷമാക്കുന്നു. വിഷുക്കണിയും സദ്യയുമൊരുക്കി വീടുകളിലും ആഘോഷം. മലയാളികളുടെ ആഘോഷങ്ങൾക്ക് കൂടുതൽ പൊലിമ മറുനാട്ടിലാണെന്ന് ഇവർ പറയുന്നു. നാട്ടിലത്തെ വിഷു എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും നമ്മളെ ആൾക്കാരാണ്. നമ്മളിവിടെ നമ്മുടെ അയൽവാസികളും ഹിന്ദിക്കാരും അങ്ങനെയുള്ള ഭാഷക്കാരെല്ലാം ഉണ്ട്. എല്ലാവരും മിക്സ്ഡ് ആണ് ഇവിടെ. ഇവിടെ ആവുമ്പോൾ കുറച്ച് അധികം ആൾക്കാരുണ്ട്. നാട്ടില് ചെറിയ ഫാമിലി അല്ലേ, അപ്പൊ അങ്ങനെ ഫാമിലിക്കകത്ത് ഒതുങ്ങിക്കൂടും. പുറം നാട്ടിലും ഇതുപോലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാകുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. കൊന്നപ്പൂക്കളും വിഷുപക്ഷിയുടെ പാട്ടിന്റെ ഈണവും മനസ്സിൽ നിറച്ച് സമൃദ്ധിയുടെ ആശംസകൾ കൈമാറിയാണ് ദില്ലി മലയാളികൾ വിഷു ആഘോഷിക്കുന്നത്. ജന്മനാട്ടിൽ നിന്നും ഏറെ അകലെയാണെങ്കിലും വിഷുക്കണി ഒരുക്കിയും വിഷുക്കോടിയും വിഷുക്കൈനീട്ടവും കൈമാറിയും പ്രവാസി മലയാളികളും വിഷു ആഘോഷിക്കുകയാണ്. ദില്ലിയിലെ ഉത്തരഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നിന്നും ക്യാമറമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം M. സന്തോഷ്. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ആഘോഷമായ വിഷു ഗൾഫ് നാടുകളിലും വിപുലമായി ആഘോഷിച്ചു. ഫ്ളാറ്റുകളിലും വില്ലകളിലും കണിയൊരുക്കിയും സദ്യയൊരുക്കിയും പ്രവാസി മലയാളികൾ വിഷുവിനെ കെങ്കേമമാക്കി. പ്രവാസി മലയാളികൾക്ക് വിഷു എന്നാൽ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു ആഘോഷമാണ്. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രതീകമായ വിഷു ഏറെ ആഘോഷത്തോടെയാണ് പ്രവാസി മലയാളികൾ കൊണ്ടാടിയത്. ലോകത്തെവിടെയായാലും സ്വന്തം നാടിന്റെ സംസ്കാരത്തെയും മഹിമയെയും മുറുകെ പിടിക്കുന്നവരാണ് മലയാളികൾ. മലയാളികൾ ഉള്ളിടത്തെല്ലാം ഓണവും വിഷുവും മറ്റ് ആഘോഷങ്ങളുമുണ്ട്. പരിമിതികൾക്കിടയിലും പ്രവാസ ലോകത്ത് വിഷു ആഘോഷങ്ങൾ സജീവമായിരുന്നു. കണി കാണും നേരം കമലനേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനകിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനേ. പുതിയ തലമുറക്ക് വിഷുക്കണി പരിചയപ്പെടുത്തി, കുട്ടികളെ കണി കാണിച്ചു, കൈനീട്ടം നൽകി. അങ്ങനെ മലയാളി തന്റെ സംസ്കാരത്തെ കൂടെ നിർത്തുകയാണ്. ഗൾഫിലെ ഹോട്ടലുകളിൽ മലയാളികൾ ഒത്തുകൂടി വിഷു സദ്യ ഉണ്ടു. വിഷുക്കണി പോലെ തന്നെ സമൃദ്ധമായ വിഷു സദ്യയും. പഴയ തലമുറക്കൊപ്പം പുതിയ തലമുറയും ഐശ്വര്യത്തിന്റെ ഈ നിറക്കാഴ്ചകളിൽ പങ്കുകൊണ്ടു. ടി. ജമാലുദ്ദീൻ,